ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു വീഡിയോ. അങ്ങനെ ഈ വർഷത്തെ ഓണം ആഘോഷിക്കാനും ഞാൻ ഇതാ ബാംഗ്ലൂരിൽ നിന്ന് തീവണ്ടി കയറി നാട്ടിലെത്തിയിരിക്കുകയാണ്. വന്നിറങ്ങിയ ദിവസം തന്നെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. നേരെ വണ്ടി എടുത്ത് നേരെ ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് കരുതി. കുറെ നാളായിട്ടോ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ ഒരു ഇടിയപ്പവും വീശപ്പവും എന്തായിക്കോട്ടെ മുട്ടക്കറി ആയിട്ടൊന്ന് പിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോയി ഒരു ഇടിയപ്പവും മുട്ടക്കറിയാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിച്ചു. ഇവിടുത്തെ ഫുഡൊക്കെ നൈഫ് ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്താണ്, അത് മാത്രമല്ല തിരുമ്പേടുന്ന കടയും കൂടെയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലും കൊടുത്ത് തിരിച്ച് ഇതാ വണ്ടിയിലോട്ട് കയറുവാണ്. ഇവിടുന്ന് ഞാൻ പോകുന്നത് അജിൻ്റെ അടുത്താണ്. അജിൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ പാലക്കാടാണ് പഠിക്കുന്നത്. അവൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഓണം ലീവ്, അവിടേക്ക് 10 ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എനിക്ക് ലീവില്ല, ഞാൻ നാട്ടിലേക്ക് വരൂല എന്നൊക്കെയാണ്. ഞാൻ നേരെ ഇപ്പം അവൻ്റെ അടുത്തേക്ക് പോവാണ്. റിയാക്ഷൻ വല്ല ഉണ്ടോ നോക്കി ഇടില്ല. ഇന്ന് രാവിലെ സുഖം, എല്ലാവരും സുഖം. എവിടെ തിരുവനന്തപുരത്ത് പോയാ? അജിന്റെ വീട്ടിൽ പോയപ്പോ അവ അവിടെ ഇല്ല. അവൻ പുറത്ത് പോയേക്കൊണ്ട് ഒരു 15 മിനിറ്റ്, ഞാൻ വരുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് പുറത്ത് പോയെന്നാണ് പറഞ്ഞത്. അപ്പം അവൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. മച്ചാനേ കണ്ടായിരുന്നു. കേട്ടോ 7-ാം തീയതി നിങ്ങൾ കണ്ടോണ്ടല്ലേ വിളിച്ചല്ലേ വിളിക്കാൻ. ഇത് എവിടെ പോയാലും ഇതാണ് എന്റെ പുതിയ ഉപജീവനമാർഗം. ഇത് നമ്മളുടെ മച്ചാൻ വാങ്ങിയ പുതിയ വണ്ടി കേട്ടോ, ഹ്യുണ്ടായി എക്സ്റ്റർ. ബൈ ബ്രോ. അയ്യോ ഒരു മിനിറ്റ്, കോപ്പി റൈറ്റ് ഇട്ടു. ബൈ ബ്രോ. ശരി, ഓക്കെ കാണാം. നാളെ വരുവാ നീ? ഞാൻ ഇന്നെ വരാം വേണമെങ്കിൽ. ശരി എന്നാ, ഓക്കെ. ഗൈസ്, നമ്മൾ അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഖിലിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം അഖിൽ ജസ്റ്റ് വീടൊന്ന് മാറിയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഒരു 4-5 കിലോമീറ്റർ പോകണം എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവനെ ഒന്ന് കാണണം. അപ്പോൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമുക്ക് മാപ്പ് ലൊക്കേഷൻ പറഞ്ഞു തന്നത് മറ്റേ തോട്ടിൻ്റെ സൈഡിൽ കൂടെ പോയുള്ള വഴിയാണ്. നമ്മളങ്ങനെ ഇവിടെ സ്റ്റക്ക് അടിച്ചിരിക്കുവാണ്. നോക്കട്ടെ വേറെ വഴി ഉണ്ടോ നോക്കട്ടെ. മാപ്പ് പറഞ്ഞ വഴി കൊള്ളാം, നല്ല ബെസ്റ്റ് വഴി. അപ്പോൾ ഇതിന് നേരെ കൊണ്ട് മെയിൻ റോഡ് എത്തിക്കട്ടെ. പെട്രോൾ അടിക്കണം, വണ്ടിയുടെ ഫ്യൂലും വാണിംഗ് കാണിച്ചു. നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ കയറി അവൻ്റെ വീടിൻ്റെ ഒരു ലൊക്കേഷൻ സൈഡ് വന്നിട്ടുണ്ട്. 2 വഴി കിടക്കുന്നില്ല, ഏലാണെന്തോ. ജസ്റ്റ് മാപ്പ് നോക്കിക്കോട്ടെ. ഓക്കെ, നേരെ തന്നെയാണ്. അപ്പം ഈ വണ്ടിയുടെ 2ാമത്തെ തവണ കേട്ടോ അടി കിട്ടുന്നത്. കാരണം പൊക്കം ഇല്ലല്ലോ, ഇങ്ങോട്ടായിരിക്കും അല്ലേ. അല്ല, ഏതാണ് അവൻ്റെ വീട്? തറയിൽ പച്ച ഇന്റർലോക്ക് ഇട്ട വീടാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇടിപുത്തേ ഗൈസ്, നമ്മളങ്ങനെ സബ്സ്ക്രൈബിൽ ഇതാണ് കേട്ടോ അവൻ്റെ പുതിയ വീട്. വണ്ടി ഇവിടെ കിടക്കാൻ ഒരു രസമുണ്ട് കാണാൻ. എൻ്റെ പൊന്നടിയാൻ ലൊക്കേഷൻ ഇട്ട് ഞാൻ വന്ന് നടക്കയിൽ നിന്ന് മറ്റേ വഴി കൂടെ, മറ്റേ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറി വന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലെഫ്റ്റ് എടുത്തിട്ട് എൻ്റെ അടുത്ത് ഒരു തോട്ടിൻ്റെ മുമ്പിൽ പോയിട്ട് പറയാണ് അതിലേക്ക് കയറി പോയി. കാർ എടുത്തോണ്ട് കയറി അവിടെ നിന്നിട്ട് വളച്ചും തിരിച്ചു. ഞാൻ ചോദിച്ചു, മാമ ഇതിലേ പോയാൽ പോകാമെന്ന് വെച്ച്. മാമൻ്റെ മോനെ നേരെ വിട്ടു, എത്തി പോയാൽ പോയാ. ഏതൊക്കെ വഴി ഒരു മെയിൻ റോഡ് കയറി വീണ്ടും ലെഫ്റ്റ് വടത്തേ കാല് വെച്ച് കയറാം. കേറിയത് മൊത്തം വശപ്പശക്ക്. നമ്മളെന്ന് വെച്ചിട്ട് സംസാരിച്ചിട്ട് വേട്ടെ. ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അളിയാ അപ്പോൾ ഓക്കെ, ഞാൻ ഇറങ്ങണം. പിന്നെ ഇറങ്ങാൻ അങ്ങോട്ട് ഓണത്തിനോ? അല്ലെ ഞാൻ വൈകിട്ട് വരും. ഗൈസ്, ഞാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് പരിപാടിയില്ല. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ പോയി ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.